അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. പിന്നല്ല കൈ കോപം വെച്ച് വെക്കാനോ എടുക്കാൻ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കാൻ ഇതെന്താ തോന്നിയാ സാർ? മനുഷ്യരെ ക്ഷണിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക കോഴിക്കാന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക, ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെ എല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾ യഥേഷ്ടം പ്രതിയാക്കുക. എന്ത് ചെയ്യാനെന്തേ? നിങ്ങൾ കസ്റ്റഡി താണെന്തേ? വാ, നിനക്കെന്താ എത്ര റോള്? നിനക്കെന്താ റോള്? എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നേ? ആനക്ക് ആന ചത്തു. നീ ഏതാ? അല്ല, എനിക്ക് അങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്ക് കൊടുത്തതിന്റെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തോളാം. തോന്നിയ നിന്നെ പണിയിപ്പിക്കുന്ന ആരെന്ന് എനിക്കറിയാം, മനസ്സിലായല്ലോ? അതിന് വ്യക്തത വരുത്താം. എടാ ഇവർക്ക് ആന ചത്തു, ആന ചത്തെങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ. ഇലക്ട്രിസിറ്റിക്കാർ പോയി പരിശോധിച്ചു. ഞാൻ അവരോട് സംസാരിച്ചു. ഒരു സാധ്യതയില്ല സാറേ എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന്. പിന്നെ എങ്ങാനും ഈ പാവം പിടിച്ചോ, അവൻ ഈ നാട്ടുകാരനല്ലല്ലോ, അവൻ ഇവരെ ഗൗരവം അറിയിക്കണമെന്ന്. നിനക്കൊക്കെ എന്താ പണി? നിനക്കൊക്കെ എന്താ പണി? എന്താ പണി? പോണമെന്നേ, കല്ല് വെച്ചിവിടെ ഇരിക്കല്ലേ, ഫീൽഡിൽ പോകണം, ഫീൽഡിൽ പോയി നോക്കണം, മനസ്സിലായോ? എന്നിട്ട് കള്ളക്കേസൊക്കെ പാവത്തിന് ജയിലിൽ അടയ്ക്കാൻ. സാറേ ഇവന്റെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പോലീസിനെ വിളിച്ച് ആരംഭിക്കും.